കോഴിക്കോട് നിന്ന് വണ്ടിയെടുത്ത് നാട്ടിലേക്ക് വരുമ്പോഴായിരുന്നു മിററിന് ചെറിയൊരു പണി കിട്ടിയത്. മിററിന്റെ നെറ്റ് ലൂസായിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോടുള്ള സർവീസ് റോഡ് പിടിച്ച് വരുന്ന സമയത്ത് നമ്മൾ മിക്ക വർക്ക്ഷോപ്പും നോക്കി. ആ സമയത്താണ് വെച്ചാൽ ഒരു വർക്ക്ഷോപ്പും കിട്ടുന്നുമില്ല. അവസാനം പിന്നെ നമ്മൾ ആ ഫൈനൽ ഡിസിഷൻ എടുത്തു. നേരെ പോയി എല്ലെങ്കിയുടെ സെറ്റ് അങ്ങ് മേടിച്ചു. അങ്ങനെ നമ്മൾ നേരെ നാട്ടിലേക്ക് പോന്നിട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേ കൂവ വിരകി വെച്ചിരിക്കുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇന്ന് തിരുവാതിരയാണെന്ന്. പണ്ട് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഈ ഒരു തിരുവാതിരയുടെ സമയത്ത് ഞങ്ങൾ ചോഴി കിട്ടി എല്ലാ വീട്ടിലും കയറിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം കാണാനേ ഇല്ല. അങ്ങനെ ഉണ്ടാക്കി വെച്ച കൊവയും കഴിച്ച് നമ്മൾ നേരെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ആയപ്പോൾ ഞാനും കസിനും കൂടി നേരെ സർവ്വമായ മൂവിക്ക് വിട്ടു. മൂവി കണ്ടു തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒരു ഫാന്റസി ഫീലാണെങ്കിലും സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ടോട്ടലി ആ മൂവി അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ ക്യാരക്ടറും അതുപോലെ ഡെലുലിന്റെ ക്യാരക്ടറും. പിന്നെ നമ്മൾ കേരള കയറി ഫുഡും കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്ന ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ നേരെ വിട്ടത് നമ്മുടെ ചാലിശ്ശേരി മുല്ലയമ്പറമ്പ് അമ്പലത്തിന്റെ അടുത്തേക്കാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ കുടുംബശ്രീയുടെ ദേശീയ സരസ്മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ട് 4 ദിവസമായി. എന്തായാലും 11th വരെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ ദിവസം ഓരോ പ്രോഗ്രാംസും. ഇന്നാണെങ്കിൽ റിമി ടോമി ആയിരുന്നു പ്രോഗ്രാമിന് വന്നിരുന്നത്. നമ്മൾ നേരെ പ്രോഗ്രാമിന് പോയതും വമ്പൻ തിരക്കൊക്കെ താണ്ടി നമ്മൾ നേരെ ഉള്ളിലേക്ക് വന്നതും നമ്മൾ ആദ്യം പോയത് അവിടെയുള്ള സ്റ്റോളിലേക്കാണ്. സ്റ്റോളിലാണെങ്കിൽ പല ടൈപ്പ് ഓഫ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായിരുന്നു വിറ്റിരുന്നത് ആൾക്കാർ. അത് പല ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു ആൾക്കാർ സാധനങ്ങൾ വിറ്റിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള സാധനങ്ങളും അവിടെ വിറ്റിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റേജിൻ്റെ അവിടേക്ക് വന്നു. അവിടെയാണെങ്കിൽ റിമി ടോമിയുടെ പ്രോഗ്രാംസും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് നേരം അവിടുത്തെ പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു. ഫുഡ് കോർട്ടിൽ കയറി നമ്മളടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സ്റ്റോറിയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ.